കാസർകോട്ടിനെ ചൊല്ലി രാഷ്ട്രീയ നേതാക്കൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസർഗോഡ് നിയമസഭാ മണ്ഡലവും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് NDAയും LDF. ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും വീണുടയാത്ത നെടുങ്കോട്ടയാണ് UDFന് കാസർഗോഡ് അസംബ്ലി മണ്ഡലം. അതുകൊണ്ട് തന്നെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വിജയമുറപ്പാണ്. നിലവിലുള്ള MLA ആയ NA നെല്ലിക്കുന്നിനെ മാറ്റാനാണ് സാധ്യത. 3 ടേം പൂർത്തിയാക്കിയതാണ് കാരണം. പകരം ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച സജീവമാണ്. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് സംസ്ഥാന നേതാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ പ്രധാന പേര് KM ഷാജിയുടേതാണ്. യുവാക്കൾക്കിടയിലുള്ള സ്വീകാര്യതയും അതോടൊപ്പം തന്നെ മികച്ച പ്രാസംഗികൻ എന്ന ഘടകവും അതിന് അനുകൂലമായി മാറിയേക്കും. ഷാജി വരുമെന്ന സൂചനകൾ ലഭിച്ചതോടെ എതിർപ്പുമായി വ്യക്തികളും ലീഗ് അനുകൂല സംഘടനകളും രംഗത്ത് വന്നു കഴിഞ്ഞു. സമസ്തയുടെ യുവനേതാക്കളാണ് ഷാജിയെ തടയിടാൻ മുൻപന്തിയിലുള്ളത്. കൂടെ ജില്ലയിൽ നിന്നുള്ള ചില ലീഗ് നേതാക്കളും. ഇറക്കുമതി വേണ്ടെന്ന് പറഞ്ഞാണ് ഇവരുടെ രംഗപ്രവേശം. മറ്റു ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ മണ്ഡലത്തിലേക്ക് നൂൽ കെട്ടിയിറക്കണ്ട എന്നതാണ് സാധാരണക്കാരായ പ്രവർത്തകരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിനകത്തുള്ള ജില്ലയ്ക്കകത്തുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നതിനിടയിലാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും അതോടൊപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. തർക്കങ്ങൾ ഉയർന്നാൽ സമവായ സ്ഥാനാർത്ഥിയായി നിലവിലെ MLAയെയോ ലീഗ് ജില്ലാ പ്രസിഡന്റിനെയോ പരിഗണിക്കുന്ന കാര്യവും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. സീനിയർ നേതാക്കളിൽ ചിലർക്ക് ടേം വ്യവസ്ഥ ഇളവുണ്ടാവുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അത്തരമൊരു സാഹചര്യത്തിൽ NA നെല്ലിക്കുന്നിന് അനുകൂലമായി മാറിയേക്കും. കാസർഗോഡ് മണ്ഡലത്തിനകത്ത് UDFന് ശേഷമുള്ള പ്രധാനപ്പെട്ട നിർണായക രാഷ്ട്രീയ ശക്തി എന്നത് NDA ആണ്. NDAയെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് UDFന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെയോ അല്ലെങ്കിൽ ജനപ്രിയരായ ജില്ലാ നേതാക്കളെയോ തന്നെ സ്ഥാനാർത്ഥികളായി പ്രതീക്ഷിക്കാം. LDFനെ സംബന്ധിച്ച് മുന്നണി ധാരണകളുടെ ഭാഗമായി INLനായി നീക്കിവെക്കപ്പെട്ട സീറ്റുകളിൽ ഒന്നാണ് കാസർഗോഡ്. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളോ അല്ലെങ്കിൽ പൊതു സ്വതന്ത്രരോ സ്ഥാനാർത്ഥികളായി എത്തിയേക്കും. അതേസമയം നാഷണൽ ലീഗും ഇതേ സീറ്റിനായി പിടിവലി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കൃത്യമായ ഒരു ത്രികോണ മത്സരം കാസർഗോഡ് നടക്കും. അതുതന്നെയാണ് പൊളിറ്റിക്കൽ ട്രെൻഡുകൾ പറഞ്ഞു വെക്കുന്നതും. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.